ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ, അതായത് ചൊവ്വ 7-ൽ നിന്നാൽ 7-ൽ പാപൻ നിന്നാൽ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ലെറ്റർ ഹെഡിൽ ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാൻ വരുന്ന ലെറ്റർ ഹെഡിൽ കാണുന്ന അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ദാമ്പത്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നതാണ്, ഈ പെൺകുട്ടിയുടെ ജാതകത്തിൽ 7-ൽ ചൊവ്വയുണ്ട്, 7-ൽ ചൊവ്വയുള്ള പുരുഷ ജാതകം മാത്രം ചേർക്കുക എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ വളരെ ബുദ്ധിമുട്ട്. നമുക്ക് അല്പമായിട്ട് മാത്രം അറിയാം, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കുന്നില്ല. എവിടെയോ പഠിച്ചു, ശരിയാണ്, 7-ൽ പാപനുണ്ടെങ്കിൽ 7-ൽ പാപനുള്ള ഒരാളിനെ ചേർക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് അനുഭവം വരുന്നോ എന്നുള്ളതും കൂടി നോക്കണം. ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാൽ മൂക ഉന്മാദം എന്നൊക്കെ പറയുമ്പോഴും മൂക ഉന്മാദം എല്ലാവർക്കും വരുന്നുണ്ടോ? അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്പടി തന്നെ വരുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. 7-ൽ ചൊവ്വ നിൽക്കുന്ന ആളിന് 7-ൽ ചൊവ്വ നിൽക്കുന്ന ആളിനെ ചേർക്കണമെന്ന് എഴുതി കൊടുത്തു വിട്ടിട്ട് അവർ 7-ലെ ചൊവ്വയും തിരക്കി നടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇരിക്കുന്ന ഗ്രഹനിലകൾ എൻ്റെ കയ്യിൽ 7-ലെ ചൊവ്വയ്ക്ക് 7-ലെ ചൊവ്വ മാത്രം ഉണ്ടായിരിക്കുന്ന ദാമ്പത്യം ചേർന്ന ആൾക്കാരുടെ ചെക്കപ്പിന് വേണമെങ്കിൽ പരിശോധിക്കാൻ വേണമെങ്കിൽ ഉണ്ട്. ഇവിടെ രണ്ട് പേരുടെ 7-ലെ ചൊവ്വയെ സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ചതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. 2/11/1981 ജനിച്ച ഒരു പുരുഷ ജാതകം, 2:25 PM ജനിച്ച ഒരു പുരുഷ ജാതകമാണ്. കുംഭലഗ്നം, 7-ൽ ചൊവ്വയാണ്, 6-ൽ രാഹു, 7-ൽ ചൊവ്വ, 8-ൽ ബുധനും ശനിയും, 9-ൽ സൂര്യനും വ്യാഴവും. ഭാവചക്രത്തിൽ ആ വ്യാഴം അഷ്ടമത്തിലേക്ക് വരുന്നു, രാഹു 5-ലേക്ക് വരുന്നു ഭാവചക്രത്തിൽ. അതേപോലെ ചന്ദ്രനും ശുക്രനും ധനുരാശിയിൽ, എന്നാൽ ശുക്രൻ 10-ലേക്ക് വരുന്നു. കേതു ഗുളികൻ 12-ലല്ല, മകരൻ രാശിയിൽ കേതു അതേസമയം ഭാവാൽ 11-ലേക്ക് വരുന്നു. എന്തുവായാലും 7-ലെ ചൊവ്വ മാറുന്നില്ല, 7-ലെ ചൊവ്വ അവിടെ തന്നെയാണ്. ഈ പുരുഷ ജാതകത്തിലെ 7-ലെ ചൊവ്വയ്ക്ക് അതിനെ മാച്ച് ചെയ്യുന്ന ഒരു സ്ത്രീ ജാതകമാണ് ചേർത്തത്. നക്ഷത്ര പൊരുത്തമൊക്കെ നോക്കിയിട്ടാണ് ചേർത്തത്. നക്ഷത്ര പൊരുത്തമൊക്കെ നോക്കി വളരെ ക്യൂട്ടായിട്ടുള്ള പൊരുത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഗ്രഹനില തമ്മിൽ ചേർത്തത്. അതായത് 16/12/88 12:25 അല്ല 1:25 AM ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ്. ആ ഗൃഹനില അനുസരിച്ചിട്ട് ലഗ്നം കന്നി ലഗ്നമാണ്. 2-ൽ ഗുളികൻ, 3-ൽ ശുക്രൻ, 4-ൽ സൂര്യൻ ബുധൻ ശനി, 6-ൽ ചന്ദ്രനും സർപ്പനും, 7-ൽ കുജൻ, 9-ൽ വ്യാഴം, 12-ൽ കേതു. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 7-ലെ ചൊവ്വ പുരുഷ ജാതകത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. ചിങ്ങൻ രാശിയിൽ ചൊവ്വയും ഇവിടെ മീനൻ രാശിയിൽ ചൊവ്വയും. ഈ മീനൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നെങ്കിലും അഷ്ടമാധിപൻ കൂടിയായ ചൊവ്വയാണ് 7-ൽ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ള ചൊവ്വ 2 പേർക്കും വന്നപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം വേർപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പോലെ പെട്ടെന്ന് ഡിവോഴ്സ് ആകുന്ന ഒരവസ്ഥ വരുന്നില്ല. ഇത് കുറച്ച് ഏർലിയർലി കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ്. പക്ഷെ ജീവിച്ചിട്ടേയില്ല, തമ്മിൽ എന്നും വഴക്ക്, കലഹം, വേർപാട്, അനുഭവ ഗുണം ഒന്നും ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. സന്താനഭാവം എങ്ങനെയോ ഒരു കുട്ടി ഉണ്ടായി, ആ ഒരു കുട്ടിയെ കൊണ്ട് മാത്രമാണ് ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിചാരിക്കുക, നമുക്ക് പൂരിട്ടാതിയും ഉത്രാടം ചേരുവോ, ആയില്യവും മകവും ചേരുവോ, അശ്വതിയും പിന്നെ രോഹിണിയും ചേരുവോ, ഇങ്ങനെ ചോദിക്കുന്നതിനെക്കാട്ടിലും തിരുവോണം 2-ാം പാദത്തിൻ്റെ ഫലം ഇന്നതാണ്, അല്ലെങ്കിൽ അനിഴൻ നക്ഷത്രത്തിൽ ജനിച്ച ആളിൻ്റെ ഫലം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലോജിക്ക് അതിനകത്ത് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഒന്ന് നന്നായിരിക്കും. അതേപോലെ ചൊവ്വയെ ചേർക്കുമ്പോൾ ചൊവ്വ ആരാണ്, ചൊവ്വയ്ക്ക് എന്താണ് ഒരു കാരകത്വം ഉള്ളതെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വിവാഹഭാവത്തിൽ ചൊവ്വ വന്നാലുള്ള അവസ്ഥ എന്ത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. വിവാഹഭാവത്തിൽ ചൊവ്വ നിന്നാലുള്ള അവസ്ഥ, ആ വിവാഹഭാവം എന്ന് പറയുന്നത് ഏതാണ്, അത് ലഗ്നം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ലഗ്നത്തിൻ്റെ 7-ാം ഭാവമാണ് വിവാഹഭാവം. ചന്ദ്രൻ്റെ 7-ാം ഭാവം വിവാഹഭാവമല്ല.
ശുക്രൻ്റെ 7ാം ഭാവം വിവാഹഭാവമല്ല, ജനിക്കുന്ന സമയത്തിനെ ആസ്പദമാക്കി നമുക്കൊരു ലഗ്നമുണ്ട്. ആ ലഗ്നത്തിൻ്റെ 7ാം ഭാവമാണ് വിവാഹഭാവം എന്ന് മനസ്സിലാക്കുക. അപ്പം ലഗ്നത്തിലേക്ക് എത്തുന്നില്ല ആൾക്കാർ, നക്ഷത്രത്തിൻ്റെ അടുത്ത് തന്നെ നിന്ന് കറങ്ങുന്നു. പിന്നെ ഏറ്റവും വലിയൊരു ദുരന്തം, വേറൊരു ഗ്രഹനില 7ാം ഭാവം നല്ലത്, ദശാകാലങ്ങൾ നല്ലത്, സന്താനഭാവം നല്ലത്, ഫ്യൂച്ചർ എല്ലാം നല്ലത്, എല്ലാം കൊണ്ടും 7 വിവാഹഭാവം വളരെ അത്യുത്തമമായിട്ടുള്ള ഗ്രഹനിലയായിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറഞ്ഞിട്ട് ആ വിവാഹം മുടക്കുന്നത്. ഷഷ്ടാഷ്ടമ ദോഷം എന്ത് അറിയത്തില്ല. അപ്പം അവർ പറഞ്ഞു കൊടുക്കുന്ന ഈ കല്യാണം നടന്നാൽ ഒരാൾക്ക് ആപത്തുണ്ടാവും, അപ്പം പിന്നെ പോയില്ലേ, പിന്നെ ആ മുടക്കാം. എന്തിനിങ്ങനെ വിവാഹം മുടക്കുന്നു അതാലോചിക്കണം. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ചൊവ്വ. ഈ ചൊവ്വ എന്ന് പറയുന്ന വിദ്വേഷത്തിൻ്റെയും പിളർപ്പിക്കലുമാണ് ഈ ചൊവ്വയുടെ ജോലി. അപ്പം ചൊവ്വ വിവാഹഭാവം വന്നാൽ ലഗ്നത്തിലേക്ക് ആ ചൊവ്വയുടെ ബന്ധം വരുന്നു. വളരെ ഷാർപ്പായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും. പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്വേഷത്തിൻ്റെയും വേർപാടിൻ്റെയും കാരകത്വമുള്ള ചൊവ്വ അത് കൊടുക്കും. 2 പേർക്കും അത് വന്നാൽ എന്താ? 2 പേരും അത്യാവശ്യം പാർട്ട്നേഴ്സ് തമ്മിൽ കലഹമുണ്ടായിക്കൊണ്ടിരിക്കും. അഷ്ടമത്തിൻ്റെ അധിപൻ 7ൽ നിന്നാലോ വിവാഹത്തിന് ഒരു നാശം സംഭവിക്കാം എന്നൊരു സൂചന അവിടെ കൊടുക്കുന്നു. അപ്പം പിന്നെയും നാശം സംഭവിക്കാം എന്നുള്ള അഷ്ടമത്തിൻ്റെ അധിപൻ 7ൽ നിൽക്കുന്ന ഒരു ഗ്രഹനില മറ്റൊരു 7ഉമായിട്ട് യോജിപ്പിക്കുമ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്ന് പ്രാക്ടിക്കൽ സെൻസാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പ്രമാണങ്ങൾ നമുക്ക് ഉണ്ട്. പ്രമാണങ്ങളെല്ലാം ഏതെല്ലാം തരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളത് യുക്തിപൂർവം ആലോചിച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രമാണവും അപ്പടി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. തുലാം രാശിയിൽ സൂര്യൻ നിൽക്കുന്നവർക്കെല്ലാം മദ്യവ്യാപാരം ഉണ്ടാകുമോ എന്നുകൂടി ചിന്തിക്കണം. അതും പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹോരയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഹോരയിൽ പറഞ്ഞിരിക്കുന്നു സൂര്യനെ തുലാം രാശിയിൽ നിൽക്കുന്നു, തുലാം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, ഇയാൾ മദ്യവ്യാപാരം ചെയ്യുന്നുണ്ടോ? അത് പ്രാക്ടിക്കൽ സെൻസാണ്. അപ്പം എന്ത് കാര്യം എപ്പടി എങ്ങനെയാണ് എന്നുള്ളത്, കാരകത്വം എന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് 7ലെ ചൊവ്വ നിൽക്കുന്നതിന് 7ലെ ചൊവ്വയുള്ള പുരുഷ ജാതകം തേടിയിറങ്ങരുത്. സ്ത്രീ ജാതകത്തിൽ ചൊവ്വയെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു ഗ്രഹനിലയിൽ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു ലെറ്റർ ഹെഡിൽ, ഒരു ജ്യോതിഷൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തിരിക്കുന്നത് കണ്ടു, അഷ്ടമത്തിൽ ചൊവ്വയുള്ള സ്ത്രീക്ക് 7ൽ പാപൻ നിൽക്കുന്ന പുരുഷനെ തേടണം എന്ന്. അവിടെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം വഴിയാധാരമാകുന്നത്. നിങ്ങൾ വഴി തെറ്റാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. അഷ്ടമത്തിലെ പാപൻ, സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തിൽ പാപൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഷ്ടമത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ആ സ്ത്രീ ജാതകത്തിൻ്റെ അഷ്ടമഭാവമാണ് പറയപ്പെടുന്നത്. അത് ഒരു കാരണവശാലും വിവാഹഭാവത്തിൻ്റെ വിവാഹകാരകൻ അല്ലെ വിവാഹഭാവാധിപൻ അങ്ങനെയാണോ നിൽക്കുന്നത്, അതിൻ്റെ അനുഭവം കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ. ഒരു ചൊവ്വയെ കൊണ്ട് മാത്രം ഒരാളുടെ ജീവിതം തർക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അഷ്ടമത്തിലെ ഒരു ചൊവ്വ ഭർത്താവിൻ്റെ ആയുസ്സിനെ കൊല്ലത്തില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ബലമുണ്ടെങ്കിൽ നല്ലൊരു ജീവിതമുണ്ടാകും. അതേപോലെ ഭർത്താവിൻ്റെ ആയുർഭാവം നല്ലതാണെങ്കിൽ അയാൾ ജീവിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ലഗ്നാധിപന് ബലമുണ്ടോ, ആയുർഭാവത്തിന് ബലമുണ്ടോ, വിവാഹഭാവത്തിന് ബലമുണ്ടോ എന്ന് ഭർത്താവിൻ്റെ ഗ്രഹനില നോക്കി അത് ഓക്കെ ആണെങ്കിൽ ഇവിടെ സ്ത്രീ ജാതകത്തിനെ ചേർക്കണം. ഇതാണ് നമുക്ക് ലോജിക്കലി എടുക്കേണ്ടത്. അല്ലാതെ എല്ലാ പ്രമാണം മാത്രം അപ്ലൈ, ഇപ്പം എന്തെങ്കിലും ഒരു തിയറി ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും കൂടെ ചെക്ക് ചെയ്യണം. തിയറി മാത്രം അതേപോലെ അഡാപ്റ്റ് ചെയ്യുന്നതല്ല ജ്യോതിശാസ്ത്രം. അപ്പോൾ എന്തായാലും ഗ്രഹങ്ങളുടെ കാരകത്വൻ്റെ ആപ്ലിക്കേഷനും കൂടി നമുക്കൊന്ന് ചിന്തിച്ചു തന്നെ പൊരുത്തം പരിശോധിക്കണം. നക്ഷത്ര പൊരുത്തം എന്ന് പറഞ്ഞ് എന്താണ് ഗണപ്പൊരുത്തം, ഗണം ഒന്നായാൽ ഗുണം നല്ലത്, ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാക്കുകളാണ്. അതൊന്നും വേറൊരിടത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നക്ഷത്ര പൊരുത്തം
പാപന്മാരുടെ സംഖ്യ എണ്ണിയുള്ള പൊരുത്ത പരിശോധന തെറ്റാണ്, അവിടേക്ക് വരാതിരിക്കുക. ചൊവ്വയ്ക്ക് ചൊവ്വയെ ചേർക്കുന്നത് തെറ്റാണ് എന്നുള്ളത് തെളിയിക്കുന്ന മറ്റൊരു ഗ്രഹനിലയും കൂടിയാണ്. ഇതുപോലത്തെ ഒരു 50-60 ഗ്രഹനിലകൾ ചൊവ്വ ദോഷം കൊണ്ട് ചൊവ്വയെ കല്യാണം കഴിച്ച് വേർപിരിഞ്ഞിരിക്കുന്ന ഗ്രഹനിലകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനുഭവത്തിൽ കൂടി റിസർച്ചിൽ കൂടി പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് ചൊവ്വയ്ക്ക് ചൊവ്വയെ ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് കൂടി ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്.